എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ OTT-യിൽ. Thank you. ലക്ഷ്മി ഇനി എവിടെ പോയി തപ്പാ ഞാൻ സുധേട്ടാ നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിച്ചാലോ? അവന്റെ എവിടെയാണ്? അപ്പോനെ കിട്ടിയേ. ലക്ഷ്മി അപ്പു ഇവനെന്താ ഇവിടെ പരിപാടി? ലക്ഷ്മി എവിടാ? ലക്ഷ്മി പോയി ഓടാട്ടെ പോ പേടിക്കണ്ടാ, ഞാൻ പോട്ടെ. കണ്ടില്ല എന്നിട്ട് അനിയന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു അവിടുന്ന്. അത് പിന്നെ എല്ലാം നല്ലതിലാണല്ലോ. ഞങ്ങൾ എന്തിനാ ഇവിടെ നിക്കണെ? ചേച്ചി ഞാനുണ്ട്. എടി വിജിയെ, ഞാൻ പണ്ടേ ഒളിച്ചെളിക്കുമ്പോഴേ ടാങ്കിൽ കേറി ഒളിച്ചിട്ടാ. ടാങ്കില്ലേ ചെറുത്, അതിൽ കേറി ഒളിച്ച് അങ്ങനെ സേറ്റ് അടിക്കാൻ നോക്കിയിട്ട് നീറ്റ് നോക്കുമ്പോഴോ ഇവിടെ എല്ലാം തമിഴ്നാടാ കാണുന്നത്. തമിഴ്നാട്ടിലാ? അത് ഒരു ലോറിക്കാര് ലോറിയിൽ ടാങ്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കരഞ്ഞ് ബഹളമൊക്കെ ആയപ്പോ നാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വന്ന് കൊടുന്നു കണ്ട്. എന്നിട്ട് എന്ത്, ഞാൻ പിറ്റേ ദിവസം പോയി സേറ്റ് അടിച്ച്. സൈന പ്ലേയിൽ ബുള്ളറ്റ് ഡയറീസ്, സമാധാന പുസ്തകം, വിവേകാനന്ദൻ വൈറലാൻ എന്നീ സിനിമകൾക്ക് ശേഷം മീര ജാസ്മിൻ, അശോകൻ, ശാന്തി കൃഷ്ണ, അശ്വിൻ ജോസ് എന്നിവർ അഭിനയിക്കുന്ന പാലും പഴവും ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ഇവിടെ ചെത്തി കൊടുത്തിട്ട് MR ഫോൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സച്ചിന്റെ ബാറ്റായി. ഞങ്ങളുടെ ക്ലബിൽ ഇതിന്റെ ഒറിജിനലൊക്കെ ഇരിക്കുന്നുണ്ട്. പനിക്ക് കളിക്കാതൊക്കെ മതി. ഞങ്ങളിപ്പളേ IPL വരെ പരിപാടിയാ. അവിടെ വിചാരിക്കണ പോലല്ല, കോടികളാണ് കോടികൾ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ലപോലെ കളിക്കണം. ബോളെവിടെ? ഇതിൽ കുറച്ച് ചപ്പും ചവറും നിറച്ചിട്ട് വാ. എന്നിട്ട് ഈ ബോൾ എറിഞ്ഞോ, ആദ്യം ബോൾ ചെയ്ത് പിടിക്കുന്നു, ഞാൻ ബാറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. എടി മതിയടി വരച്ചത്, അതൊക്കെ മതി. ഇങ്ങനൊക്കെ വരച്ചില്ല നിങ്ങളൊക്കെ കള്ളപ്പേർക്ക് കൂട്ടൂലേ. എടി ചേച്ചി ഒരു എപ്പോഴും കളിക്കുമ്പോഴേക്കും അതൊക്കെ കൊണ്ടച്ചാ ഞാൻ കൊണ്ടൊക്കെ വൗട്ടി എണ്ണണേ. ഞാൻ എപ്പോഴും എണ്ണാറ് കുൽസെണ്ണേ. എടിക്ക് തലവേന എടി ഈ കൊച്ച്. ശരി എന്നാ ഞാൻ എണ്ണിക്കൊണ്ട്. എന്നെ പിടിക്കാൻ പറ്റില്ല, കളത്തിൽ പോയിരുട്ടാ. എന്താണ് പെണ്ണുങ്ങളെ കുറച്ച് സമയം കളം വരച്ചാൽ നിങ്ങളും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. അല്ല ഈ എങ്ങോട്ടാ പോണേ? ഞാൻ കടയ്ക്ക് നിങ്ങളെ പോലെ വിചാരിച്ച്. ട്ടോ. അതെ, ആരുടെങ്കിലും പൈസ കാണാതായിട്ടുണ്ടാ? പൈസ പോക്കറ്റില്ലല്ലോ. അതെ, എന്റെ മുക്കടി കാണാൻ പൈസ കാണണ്ടായിട്ടാ. നോക്ക് നോക്കാ, അടിന്റെ പൈസ കാണണ്ടായിട്ട് കണ്ട കാലി കണ്ട. നോക്കി നോക്കി കോടികളാണ് ഈ ചില്ലറ പൈസ. കോടികള് എന്നാ പോയി ചവറ് വർക്ക്. പൈസ റേഷൻ കട പോവാളാണ്. എടി കൊടുക്കല്ലോ. ഒറ്റ മിനിറ്റ്, അന്റെ എന്തെങ്കിലും കാണാതായിണ്ടാ? എന്റെ ഒന്നും കാണാതായിട്ടില്ല. എടി താടി തായോ റേഷൻ കട പോയി അരി വാങ്ങിക്കാനാണ്. വരില്ല. എടി കുൽസു, ഇത് നോക്ക്, ഈ കണ്ടല്ലേ എന്റെ പൈസ. എന്റെ പൈസ തന്നെയാണ്. തായേ തെളിവുണ്ടെങ്കിൽ ആർക്ക് അച്ഛ തരാം. എന്തിനാ തെളിവൊക്കെ? എന്റെ പൈസ ഇങ്ങോട്ട് തന്നാളെ, വെറുതെ അടിച്ചോണ്ട് നിക്കണെന്തിനാ? സുപ്ര, ഈ അളവെടുക്കല്ലേ. മോശം പരിപാടി എന്റെ കുൽസതൊക്കെ. ഒരു മോശവും ഇല്ല. കുൽസുന്റെ വേല് കണ്ടല്ലേ പൈസ. എന്റെ പൈസ തന്നെയാണ്. തായേ ഇടി വെറുതെ കള്ളം പറയണ്ടൊക്കെ. റേഷൻ കട പോവാനുള്ള പൈസയാണ്. അത് നമുക്ക് സാധനം വാങ്ങി കൊടുക്കാനുള്ള പൈസയാണ്. തരും കുൽസു. അല്ലെങ്കിൽ റേഷൻ കട പോവാനുള്ള എന്റെ പൈസ എന്റെ പൊന്നാര കുൽസുത്താ. അതിനെന്തിനാ കിടന്ന് കരയണ്?
ഒന്ന് പോടാടി താ. എടി കുൽസ പൈസ ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് പട്ടിണിയാവോടി. പൈസ താടി പ്ലീസ് എടി. എടി കുൽസു ഇന്റെ പൈസ എടിന്റെ ഏട്ടൻ തന്ന പൈസ എടി അത്. എടി ഒരു മിനിറ്റ് എടി, ആ പൈസ ഇറങ്ങി കൊടുക്കല്ലേ. എടാ പൂജൊന്നും ഇങ്ങോട്ട് വന്നാ. എടാ ഇതിപ്പോ എന്റെ പൈസ അല്ല, എന്റെ പൈസ അല്ല. ഞാൻ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞിട്ട് ആ പൈസ ഒന്നും ഇങ്ങോട്ട് ഒപ്പിച്ചരാ. അപ്പൊ കോടികളോ? കോടികളില്ലേ ഇതിൽ ചർച്ച കഴിഞ്ഞാ എടി കുൽസു ആ പൈസ കിട്ടുതാ. അണക്ക് ഞാൻ മിഠായി വാങ്ങി തരാം. കുൽസു പറ്റില്ലട്ടെ. എന്തത്? അണക്കും വാങ്ങി തരാം പ്ലീസ്. ഒന്ന് പറയടി. അതെ ഞാൻ ആരാ അറിയോ നിങ്ങൾക്ക്? ദുബായ്ക്കാരൻ ജബ്ബാറിന്റെ മോളാ. എത്തിക്സ് കിട്ടാൻ കളിക്കുന്നല്ല കേട്ടോ. കൂടെ നിന്നാടത്തുണ്ടി. എടി കുൽസ പൈസ ഒന്നാടി. സുപ്രായി കണ്ടിട്ടൊന്നും കാര്യമില്ല. തെളിവ് കളിക്കുന്ന സാധനം. ആ കുറച്ച് പൈസ വരുന്നത് കാര്യം കിട്ടിയോ? കിട്ടിയെങ്കിൽ ദയവ് വിചാരിച്ചു കാടി വീട്ടിൽ കൊടുക്കേണ്ട പൈസ നല്ല ഇതേക്കും. എൻ്റെ എത്ര രൂപ കാണാതായുള്ളൂ? എന്നെയൊന്നും സമയം കിട്ടില്ല. പൈസ കിട്ടുന്നാ തെളിവുണ്ടോ? അത് ഇളവുണ്ട്. നോട്ടാ ചില്ലറേ? നോട്ട്. പുതിയ നോട്ടാ പഴയ നോട്ടാ? പുതുത് കൊല്ലം 1947. അന്നാണ് എന്തൊക്കെ സാധനം കേട്ട് ഏതേ മണ്ടൻ ഗാന്ധിജിക്ക് കണ്ണടല്ലേ? ഇന്നലെ കിട്ടുമ്പോ കണ്ടാണ്ടായിരുന്നു. നീ നിലത്തോണ്ട് പൊട്ടിയെന്നായിരിക്കും അറിയാം. അല്ല വിളിച്ചോ? പൊളിഞ്ഞില്ലേ? എല്ലാം പൊളിഞ്ഞില്ലേ? ആ പൈസ ഉണ്ടെന്നൊക്കെ റേഷൻ കട പോവാ. റേഷൻ കട സുപ്രൈം ഉണ്ടായിരുന്നാ? ജങ്ങട്ടാ ബാബുട്ടി എനിക്ക് ഈ പൈസ ചെയ്താ മനസ്സിലായ? ഇല്ല. നമ്മളെന്തായാലും മിഠായി വാങ്ങാൻ പോയില്ലേ? ആ പൈസ ഇത്. കുളിച്ച് നിർത്തുന്നത് വലിയ പോലീസോ ഇജ്ജ് വല്ലാണ്ടാവല്ലേ? നിർത്ത്. ആകെ 10 രൂപ ഉണ്ട്. അയ്യേ ഈ 10 രൂപ ഞാൻ 1 2 3 4 5 6 ആൾക്കാരുണ്ട്. പോകുമ്പോ എല്ലാവർക്കും സിപ്പ് വാങ്ങിയരാം. അപ്പൊ എല്ലാരും പോയി കളിച്ചോ. അല്ല എവിടുന്ന്? രാഘവേട്ടൻ നടന്ന് വാങ്ങാം. ആ എന്താ എല്ലാവർക്കും പുറത്ത് പണി? ഇന്നലത്തെ കളിയൊന്നും മതിയാവാഞ്ഞിട്ടായിരിക്കും അല്ലേ? കേറി ചെന്നേ. ഇനി ഞാൻ വരാണ്ട് ആരും പുറത്തിറങ്ങി നിക്കണ്ട കേട്ടോ. അതെ എല്ലാരും പുസ്തകമൊക്കെ വേഗം എടുത്തു വെക്കട്ടോ. അതിനേച്ചി ഞങ്ങളെ പഠിപ്പിക്കാറൊന്നുമില്ല. ഇപ്പോ പഠിപ്പിക്കലില്ലേ? കലോത്സവത്തിന്റെ പ്രാക്ടീസാ. എന്നാ പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തൊക്കെ ഒന്ന് കാണട്ടെ. കാണിക്കാട്ടാ. ശുക്കൂർ മാമ എന്ത് പണിയാ കെട്ടെന്നെ വിളിക്കാതെ പോയി. എടോ അമ്പം പണി ഉണ്ടായിരുന്നേ. ചേച്ചി സുഖല്ലേ? ഓ സുഖം. കേറി ഇരിക്ക്. എന്താ ദേവി ഇത്രയും ദിവസമായിട്ട് വരാഞ്ഞേ? പനിയായിരുന്നു ചേച്ചി, തീരെ വയ്യായിരുന്നു. കേറി ഇരിക്ക്. അപ്പൊ നിങ്ങൾ എല്ലാരും യൂത്ത് ഹോസ്റ്റലിന് പങ്കെടുക്കണ്ടോ? എന്തൊക്കെയാ ഐറ്റംസ്? സുപ്ര ഈ എന്താ ചെയ്യുന്നേ? ഞാൻ മിമിക്രി. മിമിക്രിയാ? ഒന്ന് കാണിക്കടോ. അതിനെന്താ ചേച്ചി? ഓ ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത് എത്ര പിടിച്ചാലും പോവാത്ത നമ്മുടെ സ്വന്തം കാക്കയുടെ ശബ്ദമാണ്. ചേച്ചി ശുക്ര ഒന്ന് പിടിച്ച നിറ. ഇവിടല്ലേ? കാക്കനെ കൊല്ലൂ നീ. ചെന്നിരുന്നേ. കലാകാരനെ പിടിച്ച കൊല്ലുക. കഴിഞ്ഞ എന്റെ ആരും കാണിക്കാത്തൊരൈറ്റം. എന്താ? പുക പോവാത്ത തീവണ്ടി. നല്ല വെറൈറ്റി. മതി 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 മതി. ചേച്ചി ഒരു മാസ്റ്റർ പീസ് ഐസ് കൂടി കാണിക്കാൻ കഴിഞ്ഞില്ലേ? കാണിക്ക്. VS അച്യുതാനന്ദൻ വളരെ ശക്തിതമായും വ്യക്തിതമായും പറയുകയാണെങ്കിൽ ഇതാണ് അച്യുതാനന്ദൻ. അമ്മര് കമന്റ് ഒന്നും ഇവിടെ വേണ്ട കേട്ടോ. പിന്നെ കടക്ക് പുറത്ത്. ഡാ മതി മതി. ചെന്നിരിക്കി. പോയിരുന്നോ? അപ്പോ മിമിക്രിക്ക് സുപ്രൻ തന്നെ അല്ലേ? ഷുക്കൂറെ എന്താ എന്റെ ഐറ്റം? ഞാൻ മാപ്പിളപ്പാട്ട് അഥവാ അറബിക്കാനും. ഒന്ന് പാടടോ. ഇവരെ മുന്നൊക്കെ എന്റെ കഴിവ് കാണിക്കണേ. അതെന്താടാ ഞങ്ങള് കേക്കട്ടെ. നിർബന്ധിച്ചാൽ നിർബന്ധിച്ചിരിക്കണു. വാ. ആ നോക്കേ. ചേച്ചി മൈക്കം തരും. ഇത് മതിയോ? തകർക്കുട്ടോ. മൈക്കോണക്കട പൊട്ട. മൈക്ക് ടെസ്റ്റ്. മതിയടാ ടെസ്റ്റിംഗ് ഒക്കെ. പാട്. ഞാൻ കിട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവള് എന്നോട് സുന്ദരിയാണ്. ഇതാണോ എന്റെ അറബി പാട്ട്? ഇതല്ലെങ്കിൽ പറഞ്ഞിട്ട്
നമ്മുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില്ല. അവൾ കലത്തേനിക്കൂല, മുറ്റം അടിക്കൂല, പല്ലം കൂടി തേക്കൂല. നിർത്ത് പോയിക്കടാ. മൈക്ക് താങ്ക് യു. റൈറ്റും കൂടി ഉണ്ടായിരുന്നു. ഈ ഇപ്പൊ എന്തിനാ ഡാൻസ് ചെയ്തത് ദേവിയെ? ഞാൻ നൃത്തല്ലേ കളിക്കുന്നത്. എന്നാ കളിക്ക്. വള വേണോ വള, വള വേണോ വള, വള വേണോ വള, വള വേണോ വള. മതി മതി മതി, ചെന്നിരുന്നേ. പണ്ടൊരു ട്യൂഷൻ വീട്ടില് കയറി ചാടി കളിച്ചൊരു ദേവിക്കുട്ടി. തെക്കേ പറമ്പിൽ പാലമരത്തില് ആണി പറിച്ചൊരു ദേവിക്കുട്ടി. മതി മതി മതി, നിർത്തിക്ക്. ഞാൻ കഥ പറയണേ ചേച്ചിയെ. ഏതാ കഥ? ആമി മൊയിലിൻ കഥ. ഏത്? ആമ ജയിക്കുന്ന കഥയാ? ഈ കഥന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്ത് ട്വിസ്റ്റ്? ഇതില് മൊയില ജയിക്കുക. മൊയലാ? അതെങ്ങനെ? മൊയില് കൊറേ പ്രാവശ്യം ഈ കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ മൊയില് തലേദിവസം നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെ മൊയില് പിറ്റേ ദിവസം നന്നായിട്ട് ഓടിയിട്ട് ജയിക്കും. നല്ല വെറൈറ്റി കഥ. ഈ കഥയിലൊരു ഗുണപാഠമുണ്ട്. എന്ത് ഗുണപാഠം? നേരത്തെ ഉറങ്ങണം. ആ അത് ശരിയാ, നേരത്തെ കിടന്നുറങ്ങിയതാ. ഈ സൂപ്രന്റെ പോലെ ഇവിടെ ഒന്ന് കിടന്നുറങ്ങണ്ടല്ലോ. ഞാൻ നാടകത്തിനാ, ഞാനാ നായകൻ. എന്താ നാടകത്തിന്റെ പേര്? കോന്തുരമേൽ CBI-ന്റെ 6ാം പാർട്ടാ. ചേച്ചി എന്റെ ഉണ്ടല്ലോ മാസം ഇത് ക്ലാസ്സാ. എന്താ എന്റെ മാസം? സ്റ്റേജ് മണ്ട് കയറും, ആ മൂല കണ്ടുപോകും. 2 കുത്തല കുത്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും 2 കുത്തു കുത്തു. 3ാമത്തെ കുത്തു കുത്താകുമ്പോഴാണ് ഒരു പടത്തില് അമ്മ ചവിട്ടിട്ട് ഒറ്റ വിളിച്ചോണ്ട് പോകും. അപ്പൊ കോമഡി മ്യൂസിക്, എല്ലാരും ഉണ്ട് ചിരിക്കണം. ചിരിക്കടി. മതി മതി മതി, ഇരിക്കവിടെ. മതി കേട്ടോ. ഇനി എല്ലാവരും ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എല്ലാരും പുസ്തകം എടുത്ത് പഠിക്കട്ടാ. ചേച്ചി അച്ഛനും ശരിയാക്കണ്ടേ? ഇനി ആരും പ്രാക്ടീസിനൊന്നും നിക്കണ്ട. ചേച്ചി ഒരു പാട്ടും കൂടി പാടാണ്ടായിരുന്നു. ഏതാണാവോ മോൻ പാടണേ? അടുത്ത വീട്ടിന് കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീപ്പുകഞ്ഞത് അടുപ്പിലല്ല എൻ്റെ നെഞ്ചിലാ. മൂത്തൊഴിക്കണ്ടോ? മൂത്തൊഴിക്കണ്ടോന്ന്? എന്നാ വാ. ആർക്കും വണ്ടി വരുന്നേ? ആരാ? ബോംബെ മയിൽ. ഈ തള്ളപ്പെടേ തല്ലാൻ ആരെ വിളിച്ചിട്ടാ വന്നിക്കണോ കേട്ടോ. അത് വന്ന് അമ്മയെ